വരുന്ന വഴിയാ. ഞാൻ പറയാറില്ലേ വിജയ്. ശാരദ കൂടുതൽ പരിചയപ്പെടുത്തണോ? വേണ്ട. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു. ആ വരട്ടെ. ശരി. എത്രയോ കാലമായി ഇങ്ങനെ ഒരു ആഹാരം കഴിച്ചിട്ട്. സ്ത്രീകൾ വെച്ച് വിളമ്പി തരുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. കറക്റ്റ്. കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. നന്നായിട്ടില്ലെന്ന് അത് സാധാരണ പെണ്ണുങ്ങൾ പറയാറുള്ളതാ. നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തുനിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കിട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തുനിന്ന് നീ കുത്തി കൊന്നിട്ട് ശവയുടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു എന്ന് പറയും. എനിക്ക് ലേഖയെ വിവാഹം ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അവളുടെ കല്യാണക്കാര്യം ആലോചനയിൽ പോലും വന്നിട്ടില്ല. ഉടനെ വേണമെന്നല്ല, തീരുമാനം എന്ന് പറഞ്ഞാൽ മതി. അവൾക്കിപ്പോ ധാരാളം പടങ്ങളുള്ള സമയമാണ്. കല്യാണം നിശ്ചയിച്ചെന്ന് പത്രത്തിലൊക്കെ വന്നാൽ പടങ്ങൾ കുറയും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ വേണ്ട. കല്യാണം കഴിക്കാതെ നിന്നാൽ. ഹലോ, എന്തു പറ്റി? വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. ആ ഒരു കുടി മാസാക്കായിരുന്നു. പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പൊ കാണാൻ നല്ല ഷേലായിരിക്കുമല്ലോ. പേടിക്കണ്ട, അരയിൽ ടവലുണ്ട്. ക്ലബിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഇവിടെ കയറുന്നൊരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ. ആ, മിസ്സസ് കൈലാസനാഥന് ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അവളുടെ കാർ വർക്ക്ഷോപ്പിലായി പോയെന്ന്. വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ വിടുവോ? 1 മണിക്കൂർ പിടിച്ചിരുത്തി വാചകം. പിന്നെ വന്നാ താമസിക്കുന്ന കരുതി നേരെ ഇങ്ങി പോന്നു. അല്പം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നിരാശയുണ്ട് ആശിച്ചിരുന്നിട്ട് കാണാതെ പോയതില്. ഹലോ, എന്തോ ജോസ്, ഡിസൈൻ എന്തായി? ആ അതൊരു 4-5 ദിവസം കൂടി എടുക്കും. പക്ഷേ എന്നോട് പറഞ്ഞത് നോക്കി കൺസ്ട്രക്ഷൻ തീരുമെന്ന് തോന്നുന്നില്ല. അത് നോക്കണ്ട, ഞാനൊരു 25,000 കൂടി എന്റെ കോൺട്രിബ്യൂഷന്റെ കൂടെ ചേർത്തോളാം. ക്ലബിന്റെ കോമ്പൗണ്ടിലാണെങ്കിലും എന്റെ പേരിലാണല്ലോ ബിൽഡിംഗ് വരാൻ പോകുന്നത്. ഭംഗിയായിരിക്കണം. അത് ഞാൻ ഏറ്റു. ഇറ്റ് വിൽ റിഫ്ലക്ട് യുവർ പേഴ്സണാലിറ്റി, ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ് ആൻഡ് ലാസ്റ്റ് പോരെ. പിന്നെ നാളെയോ മറ്റോ ഇതുവഴി ഒന്ന് വന്നാൽ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. എനിക്കൊരു ദർശന സുഖവും ഉണ്ടാവും. പേടിക്കുന്നേ? വാ, നമുക്ക് ആ മുറിയിലോട്ട് പോവാം. ഇവിടെ സ്ത്രീകൾ ആരുമില്ലേ? അതുകൊണ്ടാണല്ലോ വരാൻ പറഞ്ഞു. വാ. ദേ, ഇവിടെ വേണ്ടാത്ത ജാടയൊന്നും വേണ്ട. അങ്ങോട്ട് പോ. മാവനെ ദേ, കൂടുതൽ അഭിനയൊന്നും ഇവിടെ വേണ്ട. ഞാനിതൊക്കെ കുറെ കണ്ടതാ. വാ, നമുക്ക് ആ മുറിയിലോട്ട് പോവാം. ചോദിച്ചോട്ടെ, ചേച്ചി മടങ്ങി വന്ന സാർ സ്വീകരിക്കോ? അവൾ വരുമോ? വരും. എന്തോ? ഐ വിൽ ബ്രിങ് ഹർ ബാക്ക്. നാളെ രാവിലെ ഞാൻ അവിടെ പോവും. ചേച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് അതാവും നല്ലത്. ബീച്ചിൽ കാണാം. നേരെ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ അതായിരിക്കും നല്ലത്. അവിടെ കടലിന്റെ മുമ്പിലിരുന്ന് കാറ്റും കൊണ്ട് എല്ലാം പറഞ്ഞു തീർത്ത് എല്ലാം മറന്ന് സാറെന്ന് പറയുന്നു. എന്താ കാടുവശൻ ഇവിടെ? സാർ, ജാമ്യം. ജാമ്യോ? ആരോട് ചോദിച്ചിട്ട്? മജിസ്ട്രേറ്റിന്റെ ഓർഡറാണ് സാർ. ആരും വിഷമിക്കണ്ട. ഈ ചന്തക്കാട് വിഷ്ണു ജീവനോടെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും 24 മണിക്കൂറിനായി ഞാൻ പുറത്തു കൊണ്ടുവരും. മോൻ ഇവിടെ ഇല്ലാതായി പോയതാ കഷ്ടായത്. പോലീസുകാർ അവരെ തല്ലിക്കൊല്ലുവോ മക്കളെ? ഇല്ലമ്മേ, ഞാനല്ലേ പറയുന്നത്. ആർക്കും ഒന്നും സംഭവിക്കില്ല. എന്നെ വിശ്വാസമില്ല അമ്മയ്ക്ക്. മുറൂട്ടി, പോലീസിന് പിടികൊടുക്കാതെ അണ്ടർഗ്രൗണ്ടിൽ പോയവർ എത്ര പേരുണ്ട്? 100-200 പേര് വരും. അവരെല്ലാം വിളിക്കേ. ഞാൻ അമ്മയൊന്ന് കണ്ടു വരും. വിശ്വനാഥനാണോടാ? അതെ അമ്മേ. കയ്യിലിരിപ്പ് ഗുണ്ടായുസമാണേലും തന്റെ ജീവിതമാടോ സക്സസ്. കൈ നിറയെ പണം, എന്തും ചെയ്യാൻ ശക്തിയുള്ള കുറെ കൂട്ടുകാര്, ഒരുമാതിരിപ്പെട്ടവനൊക്കെ പേടിക്കുന്ന 1-ാം തരം ഒരു നിക്നെയിം, ചന്തക്കാട് വിശ്വൻ. പിന്നെ ഒരു പ്ലേറ്റോണിക് ലവുവിന്റെ സുഗന്ധവും പേര് ചുറ്റും പറക്കുന്ന IAS കാരി ചിത്രശലഭം സോണി. ഇന്ന് അവളെ കാരണാധ്വജനെ ഫയർ ചെയ്തു.
അവരെ വിട്ടുതരണമെങ്കിൽ എക്സൈസുകാർ ഇവിടുന്ന് പിടിച്ചവരെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട പാതി മസിൽ കാണിച്ച് എന്നെ പേടിപ്പിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. വിശ്വനാഥൻ, പ്ലീസ്. ഐ എം സോറി. കഴിയുമെങ്കിൽ എന്നെ സഹായിക്കും പ്ലീസ്. കുട്ടികൾ വല്ലാതെ പേടിച്ചിട്ടുണ്ടാവും. കിഡ്നാപ്പ് ചെയ്തോ ഞാനല്ല, അതേ ഉറപ്പുള്ളൂ. ആകാൻ സാധ്യത അത് രൂപമാണ്. ആട്ടെ, കുട്ടികളെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം പ്രതീക്ഷിക്കാം? പറയൂ, എത്ര പണം വേണം? എന്നെപ്പോലൊരു കള്ളപ്പണ ചക്രവർത്തിക്ക് മാസശമ്പളക്കാരനായി നിങ്ങൾക്ക് എത്ര പണം ഓഫർ ചെയ്യാൻ കഴിയും? പണം വേണ്ട, പക്ഷേ പ്രതിഫലം വേണം. ವಿಶ್ವನ್, ಚಂದಕ್ಕಾಡು ವಿಶ್ವನ್, ಕೇರಳದಲ್ಲಿ ಬಂದು ಹೇಳಿದರೆ ಯಾರಿಗೂ ಅರ್ಥ ಆಗುದಿಲ್ಲ. വന്നാ മതി, വാതിലിന്റെ അടുത്ത് ഉണ്ടാവണം. ഒട്ടും അലാഹം വേണ്ട. ദൈവത്തിനോടും വൈദ്യനോടും ഒന്നും മറച്ചു വെക്കരുതെന്നാണ് പ്രമാണം, അറിയാമല്ലോ. പറയൂ, എന്താണ് ആ സ്വാസ്ഥ്യം? ശരീരം തളരുന്ന പോലെ, കൈകാലുകൾക്ക് ബലമില്ലാത്ത പോലെ, കിടക്ക വിട്ട് എണീക്കാനേ തോന്നുന്നില്ല. കഴഞ്ചൽപ്പം കുറഞ്ഞു പോയോന്നൊരു സംശയം. തൂക്കം ശരിയാ, ലേശം ഉണങ്ങിപ്പോയി, അതുകൊണ്ടാ. സപ്തസാരമല്ലേ? അതെ അതെ, ഒരു കാര്യം ഇപ്പൊ പൂർണ്ണ ബോധ്യായി. സാക്ഷാൽ അഗ്നിശർമ്മന്റെ അനന്തരം തന്നെയാണ് നിൽക്കണേ.